മക്കളെ, നിങ്ങളുടെ മുത്തശ്ശൻ വന്നല്ലോ. മക്കളെ, മുത്തശ്ശൻ കാര്യമായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എന്തൊക്കെയാ മാഷേ ഇത്? ഒക്കെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാ ഭാനുമേ. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇനി ഇവിടെ ഒരു കുറവുണ്ടാവാൻ പാടില്ല, അല്ലേ? ദേ, മക്കൾക്ക് ചോക്ലേറ്റ്. ദാ ഇതില് മുഴുവനും ഡ്രസ്സാ. മുത്തശ്ശന്റെ സുട്ടുമണികൾക്ക് ദാ ദാ ഇത് ഇതാർക്കാ? ആർച്ചമോൾക്ക്. ദാ കൈനീട്ട്. ദാ പിടിച്ചോ. ദാ ഇപ്പോഴേ മേക്കപ്പ് തുടങ്ങി. ദാ ഇത് ഭദ്രമോക്ക്. ദേ ഇതിന്റെ അകത്ത് മുഴുവൻ ഉടുപ്പുകളാ. ചോക്ലേറ്റ് മുത്തശ്ശൻ പൊട്ടിച്ചു തരാട്ടോ. അല്ല ഭാനുമേ, ഇവരുടെ ഡ്രസ്സൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു മാഷേ. ഇവരിവിടെ അവസാനം വന്നിട്ട് പോകുമ്പോ 1-2 ഉടുപ്പുകൾ ഇവിടെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ അലക്കി തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നന്നായി. ഇപ്പൊ വാങ്ങിച്ചതും കൂടി ആവുമ്പോ മക്കൾക്ക് തൽക്കാലത്തേക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ആയി. പിന്നെ ഇവരുടെ കുറച്ച് ഡ്രസ്സുകൾ പഞ്ചരത്നത്തിൽ എന്തായാലും ഉണ്ടാവണം. അല്ല മാഷേ, ഇവരുടെ അമ്മ ഇനി സിംഗപ്പൂരിൽ നിന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തയക്കില്ലേ? അല്ലേ മക്കളെ? ആദ്യം ചീരോടൊന്ന് പിടിച്ചു നിൽക്കട്ടെ ഭാനുമേ. എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. മാഷേ, ഇവര് ഭാഗ്യമുള്ളവര് തന്നെയാ. അല്ലെങ്കിൽ ചീരുവിനിപ്പൊ പോകാൻ തോന്നുവാ. പിന്നെ പോയിരിക്കുന്നത് വേറെ ആരുടെയും കൂടെ അല്ലല്ലോ, സ്വന്തം കുഞ്ഞമ്മയുടെ കൂടെ അല്ലേ. കൂടപ്പറപ്പിന്റെ മോളെ പാർവതി കൈവിടുവാ മാഷേ? ഇല്ല, അതാണ് എന്റെ ഒരു പ്രതീക്ഷ. ചീരൂര് കര പിടിക്കണമെങ്കിൽ അവളുടെ പൊന്നുമക്കൾ ഇവിടെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നണം. പിന്നെ അവൾ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കും. ഈ മക്കളുടെ കാര്യത്തില് ചീരൂന് ഇനി ഒരു വേവലാതി ഉണ്ടാവില്ല. പക്ഷെ മോന്റെ കാര്യം ഓർത്ത് അവൾ സങ്കടപ്പെടും. അയ്യോ, ആ കുഞ്ഞിനെ വിനയൻ നന്നായി നോക്കൂലേ മാഷേ? അവൻ ആൺകുട്ടികളെന്ന് പറഞ്ഞ ജീവനാ. അതൊക്കെ ശരിയാ ഭാനുമേ. പക്ഷേ ചീരു അവനറിയാതെ പോയതിൽ വിനയൻ അവളോട് പകരം ചോദിക്കുന്നത് ആ കുഞ്ഞിനെ വച്ചിട്ടാവും. അവളുടെ മകനെ അവനിനി അവളെ കാണിച്ചത് പോലും വരില്ല. ചീരു എന്തൊക്കെ നേടിയാലും ആ ഒരു ദുഃഖം അവൾ അനുഭവിക്കേണ്ടി വരും. മക്കളെ, ഭാനുമേ, ഈ ഡ്രസ് ഒന്ന് കൊണ്ടുപോയിട്ട് അവരൊന്ന് ഇടിച്ചു നോക്ക്. ഇത് പാകമെന്നറിയല്ലോ. സൈസ് ശരിയല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ. ഞാൻ നോക്കാം മാഷേ. വാ മക്കളെ, രണ്ടുപേരും വാ. ചെല്ല് അമ്മാമ്മയുടെ അടുത്തേക്ക് വാ. വന്നേ നമുക്കേ ഉടുപ്പൊന്നിട്ട് നോക്കാട്ടാ. എന്താണ് ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് രണ്ടാളും? എന്താണ് ഇത്ര ഗൗരവം? കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു. അവർക്ക് അവിടെ ഒരു കുഴപ്പമില്ല. മക്കളുടെ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ടോ അതോ? ആർക്കറിയാം. അല്ല, അവർ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ അതെ. എനിക്ക് തോന്നുന്നതേ അവർ ഇവിടത്തേക്കാൾ ഹാപ്പി അവിടെയാണെന്ന്. നിനക്കേ അങ്ങനെ തോന്നു. അവരിവിടുന്ന് പോയപ്പോ നീ ഹാപ്പി ആയെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മയ്ക്ക് അമ്മയുടെ പേരക്കുട്ടികൾ എവിടെയായിരുന്നാലും സുഖമായിട്ട് കഴിയണമെന്നല്ലേ ഉള്ളൂ. എടാ, അങ്ങനെ എവിടെയെങ്കിലും കഴിഞ്ഞാ പോരാ. പിന്നെ എന്റെ പേരക്കുട്ടികൾ എന്റെ കൂടെ എന്റെ ഈ വീട്ടിൽ കഴിയണം. അവരുടെ പനി മാറിയാ നീ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാന്നല്ലേ പറഞ്ഞേ? അതൊന്ന് ശരിക്കും മാറട്ടെ അമ്മേ. ഏത് അസുഖവും ഒരാൾക്ക് മാറുമ്പോഴാണ് മറ്റൊരാൾക്ക് പകരുന്നത്. വിജയ് മോന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആവലാതിയൊന്നും ഇല്ലേ? താണ്ട എഴുതിട്ട് അവൻ നിന്റെ മാത്രം മകനല്ലേ? നീ ഇവിടെ ഇല്ലാത്തപ്പോ ആ കുഞ്ഞിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന സഹായികളല്ലേ ഞങ്ങള്. എടാ, വിജയ് മോനാണ് പനി വന്നെങ്കിൽ നീ അവരെ നോക്കാൻ അമ്പിളി ഏൽപ്പിക്കോ? ഇതെന്തൊരു ചോദ്യാ മാമ? ഇതിന് ഉത്തരം മാമ തന്നെ നേരത്തെ പറഞ്ഞല്ലേ. വിജയ് മോൻ എന്റെ മാത്രം മകനാണെന്ന്. അവനെ ഞാൻ ആർക്കെങ്കിലും കൈവിട്ട് കൊടുക്കുവോ മാമ? മനസ്സിലായടാ.
ആർച്ചമോളെയും ഭദ്രമോളെയും നീ കൈവിട്ട് കൊടുത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എടാ, നീ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനായി പോയല്ലോ. ഓ എന്റെ അമ്മ പറഞ്ഞ് എന്നെ അമ്മ അങ്ങനെ ആക്കല്ലേ. ഞാൻ ഇപ്പോഴും ആ കൊച്ചുങ്ങൾക്ക് വേണ്ടി അമ്മ പറയുന്നതല്ല ചെയ്യുന്നില്ലേ. ഇനിയിപ്പം ഞാൻ അവർക്ക് ചെലവിനുള്ള കാശ് കൂടി കൊടുക്കണോ? അമ്മളി ചേച്ചി സമ്മതിച്ചാൽ ഞാൻ അത് കൊടുക്കാം.